പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ചിന്ത എങ്ങനെയാണ്? അവൻ ഇല കൊഴിയാത്ത വൃക്ഷം പോലെയായിരിക്കും. വൃക്ഷങ്ങളുടെ ഇല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വാടിക്കരിഞ്ഞ് ഉണങ്ങി വീണുപോകും. എന്നാൽ ഹൃദയത്തിൽ വചനമുള്ള വ്യക്തികളിൽ നിന്ന് വ്യക്തിയെക്കുറിച്ച് വചനം പറയുകയാണ്, അവൻ ഇല കൊഴിയാത്ത വൃക്ഷം പോലെയാണ്. അതായത് ദൈവസ്നേഹത്തിൻ്റെ ഇല അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകത്തില്ല. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വചനം ഇങ്ങനെ പറയുകയാണ്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. അതായത് ദൈവസ്നേഹത്തിൻ്റെ ഇല അത് കൊഴിഞ്ഞുപോയി. ഇനി എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അതായത് വചനം കേൾക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, ഇല കൊഴിയാത്ത വൃക്ഷമായിട്ട് നമുക്ക് മാറണോ? ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണത നമ്മിൽ വർദ്ധിക്കണമെന്നുണ്ടോ? വചനം വായന, വചനം ധ്യാനിക്കുക, വചനമനുസരിച്ച് പ്രവർത്തിക്കുക. ഹൃദയത്തിൽ എപ്പോഴും വചനം ഉണ്ടാകുക. വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ആമേൻ.